ഏതാണ്ട് 180 വർഷം, 180 വർഷത്തിലധികം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. തീർച്ചയായും ഈ പ്രദേശത്തിന് മുഴുവൻ ഒരു ആത്മീയ ഒരു വെളിച്ചം നൽകിക്കൊണ്ട് എത്രയോ കാലമായി, നൂറ്റാണ്ടുകൾ, ഇനിയൊരു 10-20 വർഷം കഴിയുമ്പോൾ 2 നൂറ്റാണ്ടാണ്, 200 വർഷം. അത്രയേറെ ഈ പ്രദേശത്തിൻ്റെ ഒരു ആത്മീയ ചൈതന്യമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ കേന്ദ്രം. അവിടെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വലിയ കുടുംബ സംഗമം നടക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട മോൻസി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഈ പള്ളിയിലെ അംഗങ്ങൾ മാത്രമല്ല, അല്ലാതെയും ആൾക്കാർ വരും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. മൈലപ്പുറയിലെ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയൊരു പാരമ്പര്യം ഉള്ള ഒരു പള്ളിയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ അഭിമാനം, അതൊക്കെ ആദ്യമേ പറയുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച റിജോ സണ്ണി വർഗീസ് അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരുപാട് തമാശകളൊക്കെ അദ്ദേഹത്തെ ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ, അതായത് അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഞാൻ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം ഞാൻ ഒരു പ്രായമുള്ള മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം പോയി, അദ്ദേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് എൻ്റെ ചില തമാശകളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഉദ്ഘാടകനും അതുപോലെ എൻ്റെ ചില തമാശകളെയൊക്കെ കുറിച്ച് അദ്ദേഹവും പറഞ്ഞു. കുറച്ച് ചിന്തിപ്പിക്കുകയും ചെയ്ത ആളാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷെ ആമുഖമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ സിനിമയിൽ നടീനടന്മാർ അഭിനയിക്കുന്ന തമാശകളൊന്നും അവരുടെ സ്വന്തം തമാശകളല്ല. ഈ പലരും സിനിമയിലെ നമ്മുടെ ഒരു ഈ ഇമേജ് കാണുമ്പോൾ അത് ഈ അഭിനയിക്കുന്നവർ സ്വന്തമായി തയ്യാറാക്കിയ തമാശകളായിട്ടാണ് കരുതുക. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ അഭിനേതാക്കൾ പലപ്പോഴും ഇങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. സിനിമയിൽ ഏറ്റവും പ്രതിഭാധനരായ, പ്രഗത്ഭരായ ഈ തിരക്കഥാകൃത്തുക്കൾ, സംഭാഷണ രചയിതാക്കൾ, അവരെഴുതിത്തരുന്ന സംഭാഷണങ്ങളും സിറ്റുവേഷൻസും ഒക്കെ കാണാതെ പഠിച്ച് എന്നെപ്പോലുള്ള അഭിനേതാക്കൾ ഞങ്ങളുടേതായ രീതിയിൽ അത് അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ തമാശകളുടെ ഒന്നും ഒരു ക്രെഡിറ്റ് ശരിക്കും ഞങ്ങൾക്കുള്ളതല്ല. ഇതവരെഴുതി തരുന്നതാണ്. അതിന് സംവിധായകനും അതിന് ഒരു പങ്കുണ്ടാവും. അവരൊക്കെ പറയുന്ന നിർദ്ദേശാനുസരണം ക്യാമറയുടെ മുമ്പിൽ നമ്മളത് അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം സ്വന്തമായിട്ടൊരു തമാശ പറയൂ എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ഒരു തമാശക്കാരനേ അല്ല എന്ന് ആദ്യമേ പറയുകയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തമാശ കേൾക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടും. അതുകൊണ്ടാണ് ആമുഖമായിട്ടത് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, ഞാനൊരു മറ്റൊരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. അതൊരു വസ്തുതയേ അല്ല. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പിതാവ്, അദ്ദേഹം 2019 ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം ഈ ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങളൊക്കെ മുമ്പ് എഴുതിയിട്ടുള്ള മോശവത്സരം ശാസ്ത്രിയാർ, കുറച്ച് നമ്മുടെ ഭക്തിഗാനം, നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ പല പള്ളികളിലുമൊക്കെ പാടുന്ന പാട്ടുകളാണ്. അതൊക്കെ എഴുതിയിട്ടുള്ള മോശവത്സരം ശാസ്ത്രി എന്ന് പറയുന്ന അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഇപ്പോഴുള്ള ഒരു കണ്ണിയാണ് ഞാൻ. അപ്പം അങ്ങനൊരു, പക്ഷെ എൻ്റെ അമ്മ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു വന്നത്. പക്ഷെ പിന്നീട് അമ്മയും ഏറ്റവും നല്ല വിശ്വാസികളായി. അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കുടുംബജീവിതം തുടങ്ങുന്നത്. ആ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ പള്ളിയിൽ പോകും. ആ ഒരു ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. ദൈവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പള്ളിയിൽ ഞായറാഴ്ചകളിൽ അച്ഛനൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ വളർന്ന ഒരു ബാല്യമാണ് എൻ്റെയും.
പക്ഷെ അത്രയും ഒരു അധികമായി ദൈവത്തെക്കുറിച്ചൊന്നുമുള്ള ഒരു അറിവോ അല്ലെങ്കിൽ ദൈവത്തിലുള്ളൊരു വിശ്വാസമോ ഒന്നുമില്ല. പക്ഷേ കുടുംബത്തിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കഴക്കൂട്ടം എന്ന് പറയുന്നതാണ് എൻ്റെ സ്വദേശം, തിരുവനന്തപുരത്തിനടുത്ത്. ഇപ്പോൾ ടെക്നോ പാർക്കൊക്കെ ഉള്ള അറിയാമായിരിക്കും, കഴക്കൂട്ടം. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ഗീതം ചൊല്ലാറുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പ്രാർത്ഥനാ ഗീതം ചൊല്ലിയിട്ടാണ് സ്കൂളുകൾ തുടങ്ങുന്നതെന്നാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ പാടിയിരുന്ന പ്രാർത്ഥനാ ഗീതമെന്ന് പറയുന്നത് മുൻപ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഇപ്പോഴും ചില സ്കൂളുകളിലൊക്കെ അതുണ്ടെന്ന് തോന്നുന്നു. അതായത് അഖിലാണ്ട മണ്ഡലം, ഈ പ്രപഞ്ചം, ഈ ഇത് ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച അണിയിച്ചൊരുക്കി, അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാം സൃഷ്ടിച്ച ഒരു സർവശക്തനായ ഒരു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു ക്ലാസ്സുകൾ ആരംഭിച്ചത്. ഇതെല്ലാം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടിതാവുണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ ക്ലാസ്സുകളിലൊന്നിലും ദൈവത്തെക്കുറിച്ച് ആരും പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല. ഒരു അധ്യാപകൻ പോലും ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് പഠിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, ദൈവത്തെ നിരന്തരം നിരസിക്കുന്ന ക്ലാസ്സുകളായിരുന്നു. പ്രത്യേകിച്ചും ശാസ്ത്ര ക്ലാസ്സുകളൊക്കെ. പിന്നീട് കാലം പോകെ ഞങ്ങളൊക്കെ പഠിച്ചത് ഈ ഭൂമി ഉണ്ടായത്, ജീവനുണ്ടായത്, മനുഷ്യനുണ്ടായതൊക്കെ മറ്റു ചില സിദ്ധാന്തങ്ങളാണ് ശാസ്ത്ര ക്ലാസ്സുകളിൽ ഞങ്ങളെ പഠിപ്പിച്ചത്. അതിൽ പ്രത്യേകിച്ചും ഈ ഭൂമിയൊക്കെ ഉണ്ടായത് ഒരു മഹാസ്ഫോടനം ഉണ്ടായി, മഹാസ്ഫോടന സിദ്ധാന്തം. അങ്ങനെ ഭൂമി ഉണ്ടായി, അതിൽ ജീവനുണ്ടായി, ഏകകോശ ജീവികളുണ്ടായി, ബഹുകോശ ജീവികളുണ്ടായി, പിന്നീട് മറ്റ് ജീവജാലങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടായി എന്ന് യാതൊരു യുക്തിക്കും അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ ലാഘവത്തോടെ പഠിപ്പിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങ് ഉണ്ടായി എന്ന് പഠിപ്പിച്ചു. പിന്നീട് മനുഷ്യനെ കുറിച്ച് പഠിപ്പിച്ചതും അതൊരു മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ. ഇതൊക്കെ തന്നെയാണ് അന്ന് പഠിച്ചതും പരീക്ഷ എഴുതിയതും പാസ്സായതും. പക്ഷെ പിൽക്കാലത്ത് ഞാൻ കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അങ്ങനെ യാദൃച്ഛികമായി ഒരു സ്ഫോടനം ഉണ്ടായാൽ, ഇത്രയും കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം അതുണ്ടാകുമോ? നോക്കൂ, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, സൗരയൂഥം, എന്തൊരു വിസ്മയകരമായ ഒരു പ്രപഞ്ചം. ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു അകലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭൂമി കുറച്ചുകൂടി സൂര്യനോട് അടുത്തു പോയിരുന്നെങ്കിൽ സൂര്യൻ്റെ ചൂട് താങ്ങാനാവാതെ കത്തിക്കരിഞ്ഞ് ചാരമായി പോകുമായിരുന്നു. ഇനി ഒരൽപ്പം ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിലോ സൂര്യൻ്റെ ചൂട് കിട്ടാതെ ഇവിടെ തണുത്ത് ഉറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാകുമായിരുന്നു. അപ്പോൾ കൃത്യമായി ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ചൂടും പ്രകാശവുമെല്ലാം കൃത്യമായി ലഭിക്കുന്ന തരത്തിൽ ഈ ഒരു അകലം അതെങ്ങനെയാണ് നിർണയിക്കപ്പെട്ടത്? ഞാനിപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കും കൂടി വിടുന്ന ഒരു കാര്യമാണ്. ഇത്രയും കൃത്യമായ ഒരു അകലം യാദൃച്ഛികമായ ഒരു സ്ഫോടനത്തിലൂടെ ഈ ഭൂമി, ഈ പ്രപഞ്ചം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു അകലം എങ്ങനെ കൃത്യമായി നിർണയിക്കപ്പെട്ടു? ഈ 2/3 ഭാഗവും മഹാസമുദ്രങ്ങൾ ജലമാണെന്നാണ് പറയുന്നത്. ഭൂമി ഒരു ഗോളമാണെന്നും പറയുന്നു. ഈ ജലമൊന്നും ഇങ്ങോട്ട് അതിക്രമിച്ച് കടക്കാതെ ഇവിടെ ജീവൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പാകത്തിൽ അതിരിട്ടതുപോലെ ഈ മഹാസമുദ്രങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്
അതൊരു അത്ഭുതമല്ലേ? ഞാൻ പറയുന്നത്, നമ്മൾ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ, ഒരു ഉൾക്കാഴ്ചയോടുകൂടി നോക്കിയാൽ എന്തെന്ത് വിസ്മയങ്ങളാണ്, അപാരങ്ങളായ വിസ്മയങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ റോഡുകളിലൊക്കെ നിരന്തരം അപകടങ്ങൾ നടക്കുന്നു, ഒരുപാട് ട്രാഫിക് സംവിധാനങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും. പക്ഷേ നോക്കൂ, എത്രയോ യുഗങ്ങളായി ഇങ്ങനെ ഈ ഉപഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെതായ ഭ്രമണപഥങ്ങളിലൂടെ. എവിടെയെങ്കിലും എന്തെങ്കിലും കൂട്ടിയിടിച്ചൊരു അപകടം നടന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? അപ്പോൾ എത്രയോ യുഗങ്ങളായി ഇതെല്ലാം ഇങ്ങനെ, അപ്പോൾ ഇത്രയും കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഋതുഭേദങ്ങൾ രാത്രിയും പകലുമൊക്കെ കൃത്യമായി മാറി മാറി വരുന്നത്, ഇതെല്ലാം ഇങ്ങനെ കൃത്യതയോടുകൂടി സംഭവിക്കുന്ന ഈ പ്രപഞ്ചം. ഇവിടെ ഈ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ എല്ലാ സംഗതികളും ഇവിടെ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. മനുഷ്യൻ ഈ മൃഗങ്ങളിൽ നിന്ന്, ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്, ഇത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യനെന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് പിന്നീട് രൂപാന്തരപ്പെട്ടു എന്നൊക്കെയാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. മൃഗങ്ങൾ ആയിട്ട് എന്തെങ്കിലും ഒരു താരതമ്യം നമുക്ക് മനുഷ്യനെ ബുദ്ധിയും ചിന്തയും ഭാവനയും വിവേചന ശക്തിയും ഔചിത്യബോധവും സർഗാത്മകതയും ഇങ്ങനെ എന്തെല്ലാം സവിശേഷതകളുള്ള, മനനം ചെയ്യുന്ന, ചിന്തിക്കാൻ പ്രാപ്തനായ മനുഷ്യനെന്ന് പറയുന്നത് മൃഗങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു താരതമ്യത്തിനിടയുണ്ടോ? അപ്പോൾ എൻ്റെ നിഗമനം ഇത് തന്നെയാണ്. ഇവിടെ എല്ലാം കൃത്യമായി അതാത് രൂപങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനൊക്കെ ഇവിടെ ഒരു സൃഷ്ടിയാണ്. ഇതൊക്കെ ഈ പരിണാമ സിദ്ധാന്തവും ഈ ആദ്യം പറഞ്ഞ മഹാസ്ഫോടന സിദ്ധാന്തവുമൊക്കെ അവതരിപ്പിക്കപ്പെട്ട ചില ആശയങ്ങൾ മാത്രമാണ്. അതൊന്നും ശാസ്ത്രീയമായി ആത്യന്തികമായി ഇതാണ് പരമമായ സത്യമെന്ന് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. നാസയുടെയൊക്കെ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇന്നും പരീക്ഷണങ്ങൾ നടക്കുന്നേയുള്ളൂ. പക്ഷേ അപ്പോഴും ഇങ്ങനെയാണ്, ഇതൊരു മഹാസ്ഫോടന സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം അതാണ് പരമമായ സത്യമെന്നിങ്ങനെ സ്ഥാപിക്കുകയാണ്. തീർച്ചയായും ശാസ്ത്രം ഒരുപാട് സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒപ്പം അത്ര സത്യമെന്ന് ഉറപ്പില്ലാത്ത ചിലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചില അർത്ഥസത്യങ്ങളും ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ ഒന്നും പ്രസക്തിയെ നിഷേധിച്ചുകൊണ്ടില്ല. ശാസ്ത്രത്തിൻ്റെ ആ ചിറകിലേറിയാണ് മനുഷ്യൻ പുരോഗതിയിലേക്കൊക്കെ പോയതൊക്കെ സത്യമാണ്. പക്ഷേ ചിലത് അതല്ല പരമമായ സത്യം, അതിനപ്പുറം ചില സത്യങ്ങളുണ്ട് എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതെൻ്റെ ഒരു കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകളുടെ ഒരു മാറ്റമായിരിക്കാം. ആലോചിച്ച് നോക്കൂ, ഒരു കളിപ്പാട്ടം പോലും വെറുതെ അങ്ങുണ്ടായി വരുമോ? അതുണ്ടാക്കാൻ ഒരു യുക്തി വേണ്ടേ, ഒരു ചിന്ത വേണ്ടേ, അതൊരു ഭാവനയിൽ അത് കാണാൻ അതിൻ്റെ പിന്നിലൊരു വ്യക്തി ഉണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കളിപ്പാട്ടം പോലും ഇങ്ങനെ വെറുതെ ഉണ്ടായി വരില്ല എന്ന് ഇരിക്കെ ഇത്രയും കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മഹാപ്രപഞ്ചം, മഹാവിസ്മയകരമായ ഒരു പ്രപഞ്ചം, അതിങ്ങനെ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചാൽ എന്തായാലും അത് വിശ്വസിക്കാൻ ഇന്ന് ഞാൻ തയ്യാറല്ല. ഈ മഹാസ്ഫോടന സിദ്ധാന്തവും ഈ പരിണാമ സിദ്ധാന്തവും എൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ലാത്തത് കൊണ്ട് അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ അന്ന് അത്രയൊന്നും അറിവില്ലാതിരുന്ന ബാല്യത്തിൽ സ്കൂളിൽ പഠിപ്പിച്ച പാടിയ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ആ പ്രാർത്ഥനാ ഗീതമാണ് യുക്തിഭദ്രമെന്ന് എനിക്ക് എന്ത് തോന്നുകയാണ്. ഇതെല്ലാം സൃഷ്ടിച്ച ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു മാസ്റ്റർ എഞ്ചിനീയർ, ഒരു സർവശക്തനായ ഒരു സാന്നിധ്യം ഈ സൃഷ്ടിക്ക് പുറകിൽ ഞാൻ കാണുകയാണ്. ഇതിനെല്ലാം ഒരു സൃഷ്ടിതാവുണ്ട്. എല്ലാ ജീവജാലങ്ങളും അതാത് രൂപത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഇന്ന് അതൊരു പൂർണ്ണ ബോധ്യമാണ്, പൂർണ്ണമായ ഒരു ബോധ്യമാണ്. ആ ബോധ്യത്തിലേക്കൊക്കെ എത്തിയത് പിൽക്കാലത്താണ്. അത് നമ്മുടെ ഒരു അനുഭവങ്ങളും പിന്നീട് വരുന്ന അറിവുകളും ഇതൊക്കെ കൊണ്ട് നമ്മളിൽ രൂപപ്പെടുന്ന ഒന്നുകൂടിയാണ്. ആ ഒരു
വിശ്വാസം പിന്നീട് അതൊരു കൃത്യമായ ബോധ്യമായി മാറുകയാണ്. അതാണ് എൻ്റെ ഒരു ദൈവവിശ്വാസത്തിലുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നത്. ആ വിശ്വാസത്തിലാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ വിശ്വാസം, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും, എല്ലാ പുരാണങ്ങളും, എല്ലാ ഇതിഹാസങ്ങളും, എല്ലാ മഹാവചനങ്ങളും, മഹത് വ്യക്തികളും എല്ലാം പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിലെന്നാണ് കുമാരനാശാൻ പാടിയത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാത്തിൻ്റെയും സാരം അത് സ്നേഹമാണ് എന്നാണ്. വർത്തമാനകാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ നിരാശമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിരാശമാണ്. സ്നേഹം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വർത്തമാനകാലത്തെ ദുരന്തമായി ഞാൻ കാണുന്നത്. സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രബോധനം അത് ലോകത്തിൻ്റെ വെളിച്ചമായി മാറിയ, ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അതിലപ്പുറം സ്നേഹത്തെക്കുറിച്ചൊരു നിർവചനം ഞാൻ കേട്ടിട്ടില്ല. ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല. നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരെ, നിന്റെ അയൽക്കാരെ, മറ്റുള്ളവരെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കൂ. അതാണ് ക്രിസ്തു പറഞ്ഞത്. അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. അതിലൊക്കെ അപ്പുറം മനുഷ്യൻ മാത്രം. അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. അത് വെറുതെ സ്നേഹിച്ചാൽ പോരാ. ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ, ആ പോലെ അടിവര കിടണം. നമ്മളിത് നിരന്തരം കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിതൊരു വലിയ കാര്യമായിട്ട് തോന്നാറില്ല പലപ്പോഴും. പക്ഷേ എന്തൊരാഴമേറിയ വചനമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. നമ്മൾ നമ്മളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, സ്വയമാണ്. നമ്മൾ നമ്മളെ എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നുവോ അതുപോലെ അതേ അളവിൽ, അതേ തീവ്രതയിൽ മറ്റു മനുഷ്യരെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിന്നെപ്പോലെ നീ സ്നേഹിക്കണമെന്ന് പറയുന്നു ക്രിസ്തു. അതിലപ്പുറം സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രബോധനവും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ക്രിസ്തുവിലുള്ള ഒരു ആഭിമുഖ്യം, എൻ്റെ ക്രിസ്തുവിലുള്ള ആ ഏറ്റവും വലിയ ഒരു ആശ്രയത്വം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രബോധനം. അത് മനുഷ്യരാശിക്ക് മുഴുവനുമായുള്ള ഒരു പ്രബോധനമാണ്. ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് സർവ മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന മഹാസന്തോഷമെന്നാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. പക്ഷെ ക്രിസ്ത്യാനികൾ പലപ്പോഴും ക്രിസ്തുവിനെ അവരുടെ മാത്രമായി ഇങ്ങനെ ചുരുക്കുകയാണ്. ക്രിസ്തു എന്ന് പറയുന്ന എല്ലാ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാ മനുഷ്യൻ്റെയും രക്ഷകനായിട്ടാണ്. എല്ലാ മനുഷ്യർക്കും ലോകത്തിൻ്റെ വെളിച്ചമാണ് ക്രിസ്തു എന്നാണ് പറയുന്നത് ബൈബിൾ. ലോകത്തിൻ്റെ മുഴുവനുമുള്ള മഹാസന്തോഷം അതാണ് ക്രിസ്തു. പക്ഷെ ആ ക്രിസ്തുവിനെ അറിയാനിടയായി, ക്രിസ്തുവിനെ കൂടുതൽ ക്രിസ്തുവിനോട് അടുക്കാനിടയായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാനിന്ന് കാണുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാൻ ഇടയായി. അതാണ് ഏറ്റവും വലിയ ഒരു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ എണ്ണുന്നത്, കാണുന്നത്. ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. സ്നേഹമാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാം പറയുന്നത്, എല്ലാം ഉദ്ഘോഷിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ, ഇതൊരു കുടുംബ സംഗമ വേദിയായതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സ്നേഹം, നിന്നെപ്പോലെ നീ അയൽക്കാരെയും കൂട്ടുകാരെയും ഒക്കെ പോട്ടെ, നിന്നെപ്പോലെ നീ നിന്റെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ നിന്നെപ്പോലെ നീ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കതിന് കുടുംബങ്ങളിലെങ്കിലും കഴിയുന്നുണ്ടോ? സമൂഹത്തിൽ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം. നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഇന്ന് ആ സ്നേഹത്തിൻ്റെ ഒരു നിരാസമാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ പുറമേ കാണുന്നത് പോലെ ഒരു ശാന്തസുന്ദരമായ വർണ്ണശബളാഭമായ ജീവിതമല്ല പല കുടുംബങ്ങളിലും. പല കുടുംബങ്ങളും വല്ലാത്ത തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കുടുംബങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ സമൂഹത്തിലെ ഒരു പൊതുവായ കാര്യം പറയുകയാണ്. പല കുടുംബങ്ങളും
വളരെ ശൈഥില്യത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് പല കുടുംബങ്ങളും. ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടത്ര സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അതിലേക്കൊക്കെ കുഞ്ഞുങ്ങളാണല്ലോ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടത്ര സ്നേഹിക്കുന്നുണ്ടോ? തിരിച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ വേണ്ടത്ര രക്ഷകർത്താക്കളെ സ്നേഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾ അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും. അവരെന്താവശ്യപ്പെട്ടാലും അതാണ് സ്നേഹമെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും നൽകലല്ല, ചിലതൊക്കെ നൽകാതിരിക്കലും സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, സ്നേഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് പല കുടുംബങ്ങളുടെയും ഒരു വല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. പല കുടുംബങ്ങളും ഇന്നിപ്പോൾ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ വല്ലാത്ത ഒരു നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോയ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ, ഞാൻ ചില സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചില അധ്യാപകരൊക്കെ ഈ കുഞ്ഞുങ്ങൾ തങ്ങളോട് പറയുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായിട്ടൊക്കെ, ഞാൻ ചില അങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ അവർ പങ്കുവെച്ച ചില കാര്യങ്ങളാണ്. പല വീടുകളിലും കുഞ്ഞുങ്ങൾ രാത്രികാലങ്ങളിൽ തങ്ങളുടെ അച്ഛന്മാർ, ഗൃഹനാഥന്മാർ അവർ വരരുതേ വീട്ടിലേക്ക് എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. അറിയാമോ? മദ്യപിച്ച് ലക്കുകെട്ട് മയക്കുമരുന്നിൻ്റെ ലഹരിയിലൊക്കെ അടിമപ്പെട്ട് വരുന്ന ചില ഗൃഹനാഥന്മാർ വീട്ടിൽ വന്ന് ഗൃഹനാഥമാരെ, അമ്മമാരെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങളൊക്കെ തല്ലിത്തകർക്കുകയും അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഗൃഹനാഥന്മാർ വരരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വീടുകളുടെ ഇരുണ്ട മൂലകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു നാട്ടിലാണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആ കുരുന്ന് കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ ഭയം നമ്മൾ കാണേണ്ടതല്ലേ? എത്രയോ ഭവനങ്ങളിൽ അങ്ങനെ. ഇത് വല്ലാത്ത ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ ഈ മദ്യവർജനവും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പലപ്പോഴും ഗവൺമെൻറ്റുകൾ പോലും അങ്ങനെ നയമായി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ സുലഭമായി ഇങ്ങനെ വിളമ്പിക്കൊടുത്തിട്ട്, അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ സുലഭമായി കിട്ടാനുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെതിരെ ഒരു നിലപാടൊക്കെ എടുക്കാൻ പറ്റുന്നത്? സർക്കാർ തന്നെ പലപ്പോഴും അവിടെ നിശബ്ദമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന് കൂടുതൽ മദ്യഷാപ്പുകളൊക്കെ തുറന്നുമൊക്കെയുള്ള അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇത് നാട്ടിലുണ്ടാക്കുന്ന വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ, ദുരന്തമുണ്ട്. പല വീടുകളിലും ഇത് ഇങ്ങനെയൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ പല കുടുംബങ്ങളിലും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ പോലും വലിയ വില്ലനായി മാറുന്നൊരു കാലമാണ്. പല കുടുംബ ബന്ധങ്ങളും ശിഥിലമാകുന്നത് മൊബൈൽ ഫോണുകളുടെ ചതിക്കുഴികളിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്. നമ്മൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനമാണ് മൊബൈൽ ഫോൺ. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ കാലത്ത് അതൊന്നും നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പക്ഷെ അതിനകത്ത് പോലും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചതിക്കുഴികളിൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ അതിൽ വീണ് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ വരുത്തുന്ന അപകടങ്ങളുണ്ട്. നമ്മുടെ ചില ടെലിവിഷൻ പരിപാടികളെക്കുറിച്ച്, ചില സിനിമകളെക്കുറിച്ചൊക്കെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ എല്ലാത്തിനെയും കുറിച്ച് അടച്ചാക്ഷേപിക്കുകയല്ല. ചില ടെലിവിഷൻ പരിപാടികളും ചില സീരിയലുകളും ചില സിനിമകളുമൊക്കെ എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് മാരകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് എന്നെ സീരിയലിലേക്ക് അഭിനയിക്കാനൊന്നും ആരും വിളിക്കാറില്ല. അത് വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അത്തരം സീരിയലുകളുടെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഞാനത് പറയുന്നത്. പല സീരിയലുകളും ചിലതുണ്ട് തീർച്ചയായിട്ടും നന്മയുടെ ഒരു സന്ദേശം നൽകുന്ന, സ്നേഹത്തിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന ചില അപൂർവം സീരിയലുകളോ ടെലിവിഷൻ പരിപാടികളോ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചല്ല. പക്ഷെ ചിലത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വല്ലാതെ ശിഥിലമാക്കുന്ന, നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ഒക്കെ മുറിപ്പെടുത്തുന്ന, നമ്മുടെ കുടുംബ പരിസരങ്ങളെപ്പോലും വല്ലാതെ മലീമസമാക്കുന്ന ചില ടെലിവിഷൻ പരിപാടികൾ, ചില സിനിമകൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് എൻഡോസൾഫാനായിട്ട് ഞാൻ ഉപമിച്ചത്. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ ജനിതക വൈകല്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ നിരന്തരം ഇങ്ങനെയുള്ള ടെലിവിഷൻ പരിപാടികൾ, ഇങ്ങനെയുള്ള ചില സിനിമകളൊക്കെ കാണുമ്പോൾ അത്
എൻഡോസൾഫാൻ ജനിതക വൈകല്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തരം ചില പരിപാടികൾ നമ്മുടെ ചിന്തയെ, ഭാവനയെ, ബുദ്ധിയെ ഒക്കെ വല്ലാതെ മുരടിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന അങ്ങനെ ഒരു അപകടമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ചും അണുകുടുംബങ്ങളാണല്ലോ നമുക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പഴയതുപോലുള്ള സാമൂഹ്യ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഈ വായനശാലകളിൽ പോയി പുസ്തകം വായിക്കലോ നാടക പ്രവർത്തനങ്ങളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കഴിയുകയാണ്. അവിടെയാണ് ടെലിവിഷൻ കാഴ്ചകൾ അവരുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം ടെലിവിഷൻ കാഴ്ചകളുടെ മുമ്പിലാണ് ജനിച്ച് വളർന്ന് ജീവിക്കുന്നത്. ഈ ടെലിവിഷനിലൊക്കെ കാണുന്ന കാഴ്ചകൾ അത് ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നിരന്തരം ഈ കുഞ്ഞുങ്ങൾ ഈ കാഴ്ചകൾ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ഈ ടെലിവിഷൻ കാഴ്ചകളിലെ ജീവിതം, ഈ ടെലിവിഷൻ സീരിയലുകളിലെ എല്ലാ കുന്നായ്മകളും കുത്തിത്തിരിപ്പുകളും എല്ലാ അസാത്മാർഗികതകളും ഒക്കെ ഈ കാഴ്ചകളുടെ ശീലത്തിൽ കണ്ട് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ ഇതാണ് ജീവിതം, ഇതാണ് യഥാർത്ഥ ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, ഇതാണ് ബന്ധങ്ങൾ, ഇങ്ങനെയാകണം കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ തീരുമാനിക്കുന്ന അങ്ങനെ ഒരു ജീവിത വീക്ഷണം തന്നെ സ്വയം രൂപപ്പെടുത്തിയെടുക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നൊരു അഭിപ്രായമല്ല, ഇത് ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്ന അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ അപകടമാണ്. അത് അങ്ങനെ അത്തരം കാഴ്ചകളുടെ ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ അവർ ഏത് രീതിയിലായിത്തീരുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് അത്തരം പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുമെന്നുള്ള ഒരു അന്ധമായ വിശ്വാസമൊന്നും എനിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കും. പക്ഷേ അവിടെ റിമോട്ട് നമ്മുടെ കയ്യിലാണ്. നമുക്കൊരു ഔചിത്യബോധമുണ്ടെങ്കിൽ അത്തരം പരിപാടികളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയും, ഒരു പരിധി വരെയെങ്കിലും. ഞാനിത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും കാണത്തില്ല, അവരൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ പുറകെയാണ്, അവർ യൂട്യൂബും. ഞാൻ പറഞ്ഞത് എല്ലാം കുഴപ്പമാണ്. യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇതിനകത്തൊക്കെ കുറേ ലോകത്തെ ഒരുപാട് കാഴ്ചകൾ ഇന്ന് വരുന്നുണ്ട്. ലോകത്തെ സകല വിവരങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈവിരൽ തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. എല്ലാം നല്ലതും ചീത്തയുമായ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ലോകത്തെ സർവ്വ അഴുക്കുചാലുകളും ഇതിനകത്ത് കൂടി കടന്നു വരുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു ഇത് അവരൊക്കെ ആ ഒരു ലോകത്താണ്, അതിന് ടെലിവിഷൻ കാഴ്ചകളിലേക്ക് അങ്ങനെ അവർ വരാറില്ല, അതുകൊണ്ട് ടെലിവിഷൻ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഈ വീടിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമല്ലോ. പല സീരിയലുകളും മെഗാ സീരിയലുകളാണ്, 100ഉം 1000ഉം എപ്പിസോഡുകൾ വർഷങ്ങളോളം ഇങ്ങനെ നടന്നു വരുന്ന സീരിയലുകളാണ്. ഈ സീരിയലുകളിൽ പറയുന്ന സംഭാഷണങ്ങൾ ഈ കുഞ്ഞുങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് അവരത് കേൾക്കുമല്ലോ. നിരന്തരം കുഞ്ഞുങ്ങൾ ഇത് കേട്ട് ഇത് ചെവിയിലൂടെ കേട്ട് അതവരുടെ മനസ്സിലെവിടെയെങ്കിലും പതിയുമല്ലോ. അപ്പം നേരിട്ട് ഈ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ പോലും ഇതൊരു അണുപ്രസരണം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ടാണ് അതിനെതിരെ ഞാനിങ്ങനെ ഒരു നിലപാട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് അടിവരയിട്ട് പറയുകയാണ്. സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒക്കെ സന്ദേശം പകരുന്ന നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അതിനെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യണം. ഞാനും ആ ടെലിവിഷൻ മേഖലയിൽ നിന്നൊക്കെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് അത് ഗുണപരമായ ഒരു മാറ്റം അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് വല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഇത്തരം ചില സാംസ്കാരിക പരിപാടികൾ പോലും കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മദ്യവും മയക്കുമരുന്നിനോടൊക്കെ ഒപ്പം ചില സാംസ്കാരിക വിഷം കൂടി നമ്മളിന്ന് തീണ്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വിഷമയമായ ഒരു ലോകത്ത് ആകാശവും ഭൂമിയും മണ്ണും വായുവും ജലവും എല്ലാം മലിനമായി വിഷമയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു ലോകത്ത് ഇത്തരം സാംസ്കാരികമായ കലാപരിപാടികളുടെ പേരിൽ അല്ലെങ്കിൽ കലയുടെ പേരിലൊക്കെയുള്ള ചില സാംസ്കാരിക വിഷം കൂടി നമ്മൾ തീണ്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഔചിത്യപൂർവം രക്ഷകർത്താക്കളൊക്കെ പ്രതികരിക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും ഇന്ന് ഈ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. നമ്മൾ അവരെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ആകരുത്. ഒരു വർത്തമാനകാലം വല്ലാത്ത അപകടത്തിൻ്റെ ചതികളുടെ
വല്ലാത്ത ചതിക്കുഴികളുടെ ഒരു ലോകമാണെന്ന്. അവിടെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അത്രയേറെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും ഒരിക്കലും ഉണ്ടാകില്ല. കാരണം അത് നമ്മുടെ കുഞ്ഞാണ് എന്നതാണ്. അതാണ് നമ്മുടെ ഒരു ബോധ്യം. ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരുന്നാലും അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ അങ്ങനെ കണ്ണുമടച്ച് ചിന്തിക്കേണ്ട ഒരു കാലമല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായും അവർ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളാണ്, ഏറ്റവും നല്ല കുട്ടികൾ. നമ്മുടെ ഓരോ കുഞ്ഞും ഓരോ വലിയ അത്ഭുതങ്ങളാണ്. ഒരുപാട് അത്യസാധാരണമായ കഴിവുകളുള്ള, നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു കാലത്തെ പോലെ അല്ല ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ. വലിയ അത്ഭുതങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ സർവ്വ അറിവുകളും അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. നമുക്കൊന്നുമില്ലാത്ത, നമ്മുടെ ഇന്നും തലമുറകൾക്കില്ലാത്ത വലിയ വലിയ ജ്ഞാനങ്ങൾ, ലോകത്തെ വലിയ വലിയ വിജ്ഞാനങ്ങൾ അവരിലുണ്ട്. പക്ഷേ ഔചിത്യവും ചില തെറ്റും ശരികളെക്കുറിച്ചുമുള്ള അവരുടെ നിർവചനങ്ങളും ബന്ധങ്ങളെക്കുറിച്ച് പോലുമുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നിർവചനങ്ങളുമൊക്കെ ഈ ആധുനിക കാലത്ത്, വർത്തമാനകാലത്ത് വല്ലാത്ത തരത്തിൽ മാറിയിട്ടുണ്ട്. അത് ഈ ലോകത്തെ സകല അറിവുകളും സ്വായത്തമാക്കിയതിൽ നിന്നുകൂടി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പിന്തിരിപ്പനായിട്ടല്ലോ അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ ആശയങ്ങളുടെ ഒരു പ്രയോക്താവായിട്ടോ ഒന്നും നിങ്ങൾ കരുതണ്ട. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വർത്തമാനകാല യാഥാർത്ഥ്യം അതാണ്. വല്ലാത്തൊരു അപകടത്തിൻ്റെ ഒരു ദുരന്ത മുഖത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്രയമായി ദൈവവിശ്വാസം മാറേണ്ടത്. മനുഷ്യൻ എന്തറിവുകൾ നേടിയാലും, എത്ര വിജ്ഞാനം എങ്ങനെയൊക്കെ ആർജിച്ചാലും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെല്ലാ വിജ്ഞാനങ്ങളും അപ്രസക്തമായി പോകുമെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അത് കുറേ സ്വർണമോ പണമോ വലിയ വിദ്യാഭ്യാസമോ വലിയ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവ് പകർന്നു കൊടുക്കുക, അവർക്ക് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക. സ്നേഹമാണ് ഏറ്റവും പ്രധാനം. യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കൂ എന്ന ക്രിസ്തുവിൻ്റെ വചനം അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന സമ്പത്തെന്ന് പറയുന്നത്. നിന്നെപ്പോലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. നിന്റെ രക്ഷിതാക്കളെ, അധ്യാപകരെ, കൂട്ടുകാരെ, മറ്റുള്ളവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുക. സ്നേഹത്തിൻ്റെ വിത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുക. സ്നേഹത്തിൻ്റെ പ്രകാശമുള്ളിൽ നിറഞ്ഞു കിട്ടുന്ന കുഞ്ഞുങ്ങൾ അവർ ഏറ്റവും ഉത്തമരായ കുഞ്ഞുങ്ങളായി അവർ വളർന്നു വരും. അവർ ഏറ്റവും നല്ല മാതൃകകളായി വളർന്നു വരും. അവർ ഒരിക്കലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒന്നും അടിമകളായി ജീവിതം തകർത്ത് കളയുന്നവരായി മാറില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സ്നേഹം കൊണ്ടവരെ നിറയ്ക്കണം. അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. സ്നേഹത്തിൻ്റെ വെളിച്ചമുള്ളിലുണ്ടെങ്കിൽ അവർ വലിയ വിദ്യാഭ്യാസമൊക്കെ സ്വയം ആർജിച്ചു കൊള്ളും. സമ്പത്തും വിദ്യാഭ്യാസമൊക്കെ അവർക്ക് സ്വയം സ്വായത്തമാകും. അവരുടെ ഉള്ളിൽ ആ നന്മയും സ്നേഹവും ഉണ്ട് എങ്കിൽ സഹജീവികളോട് കാരുണ്യവും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയുള്ള കുഞ്ഞുങ്ങളായി, ഏറ്റവും നല്ല മാതൃകകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചുരുങ്ങിയ പക്ഷം പ്രായമായ അവരുടെ അച്ഛനെയോ അമ്മയെയോ മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ ഒന്നും കൊണ്ടുപോയി തെരുവോരങ്ങളിലോ വഴിയോരങ്ങളിലോ അമ്പല നടകളിലോ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നവരാകില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രായമായ മനുഷ്യരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി, ഭാവിയിലെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അതാണ് സ്നേഹത്തിൻ്റെ ശക്തി. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ് എന്ന് മാത്രം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ദീർഘമായി ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു ദുശ്ശീലമുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ ഇനിയും കൂടുതൽ സംസാരിക്കുന്നത് ഔചിത്യമല്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് കൂടുതൽ ദീർഘമായി ഇനിയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമായിട്ട്, അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ലവ് ആണ്. അതാണ് സ്നേഹം. സ്നേഹത്തിന് ഉപാധികളൊന്നുമില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കൂ എന്ന രീതിയിൽ, നീ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതല്ല. ഒരു ഉപാധികളുമില്ലാതെ
ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഏറ്റവും നന്നായി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിലാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ. പ്രാർത്ഥന ഏറ്റവും വലിയൊരു ശക്തിയാണ്. പ്രാർത്ഥന അത് ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി ആ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അത് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് മാറും. ഈ കുടുംബസംഗമ വേദിയിൽ അതുകൂടി എനിക്ക് പറയാനുണ്ട്. പ്രാർത്ഥന അത് ഏറ്റവും വലിയ ശക്തിയാണ് ഒരു മനുഷ്യൻ്റെ. എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതിനപ്പുറം മറ്റൊന്നും ഒരു ഒരു ഊർജമായി ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കാനില്ല. രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ ഒരു പ്രാർത്ഥന, അത് കുടുംബം ഒന്നിച്ചിരുന്നൊരു പ്രാർത്ഥന ഉണ്ടാവുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരം പ്രാർത്ഥനയിലെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ പുതിയ തലമുറയൊക്കെ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുക. സ്നേഹം ഏറ്റവും വലിയൊരു പ്രമാണമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു അതൊരു വലിയ വെളിച്ചമാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചമായ ക്രിസ്തു ഉള്ളിൽ വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല അന്ധകാരങ്ങളും നീക്കാൻ അതിന് കഴിയും. നമ്മുടെ ഉള്ളിലെ പല ശൂന്യതകളെയും മാറ്റാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കഴിയും. ആ ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു കുടുംബസംഗമത്തിലേക്ക് ഇങ്ങനെ ഒരു അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചതിന്, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനൊക്കെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ സംഘാടകരെയും, ഇതിൻ്റെ ഇടവകയുടെ വികാരി ഉൾപ്പെടെ എല്ലാവരെയും, പ്രിയപ്പെട്ട മോൻസി, എല്ലാവരെയും അവരോടുള്ള എല്ലാ നന്ദിയും ഒക്കെ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് വന്നിട്ടുള്ളത്. ജിഷയും ജമൈമയും ഇവിടെയുണ്ട്. അവരെല്ലാം നിങ്ങളെ കാണാൻ വളരെ സ്നേഹത്തോടെ ഈ ഒരു സഭയിലേക്ക് വരാൻ പറ്റി. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.